വാനിലയുടെ തൈ എങ്ങനെയാണ് നടുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. മണ്ണ്, മണൽ, ചാണകം എന്നിവ തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്ത് കൂടകളിൽ നിറയ്ക്കും. ഈ നിറച്ച കൂടകളിൽ വാനിലയുടെ 2 മുട്ട് വീതമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ശേഷം ഈ കൂടകളിൽ കുത്തിവെക്കും. നമ്മൾ കുരുമുളക് വള്ളി കൂടയിൽ പാകുന്ന അതേ രീതിയിൽ തന്നെയാണ് വാനില വള്ളിയും പാകുന്നത്. ഇങ്ങനെ പാകിയ വള്ളി നമ്മൾ ഇടവിട്ട് നനച്ചുകൊണ്ടിരിക്കും. ഒരു 6 മാസമാകുമ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ വാനില മുള പൊന്തിയിരിക്കും. അതിനുശേഷമാണ് ഇത് നടാൻ പാകമായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഈ വള്ളിയെടുത്ത് നേരെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ നടുന്ന മരത്തിൻ്റെ ചുവടുഭാഗത്തെ കളകളും ചണ്ടികളുമെല്ലാം വടിച്ച് മണ്ണ് വൃത്തിയാക്കുന്നു. അതിനുശേഷം നന്നായി മണ്ണ് കൊത്തിപ്പൊടിച്ച് ഒരു ചെറിയ തടം പോലെയാക്കി എടുക്കുന്നു. മണ്ണ് കുറച്ച് ഉയർത്തി വെള്ളം നിൽക്കാത്ത രൂപത്തിൽ ഒരു തടം പോലെയാക്കിയ ശേഷം അതിന് നടുവിൽ വാനില വെറുതെ മുകളിൽ വെച്ച് കൊടുക്കുന്നു. കൂട പൊട്ടിച്ച് വാനില തൈ മുകളിൽ വെച്ച ശേഷം നമ്മൾ ആട്ടിൻ കാഷ്ടമിട്ടാണ് വാനില മൂടുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മണ്ണ് അതിന് മുകളിൽ മൂടി കൊടുക്കും, വളം മൂടാൻ പാകത്തിന്. അതിനുശേഷം നമ്മൾ ഉണങ്ങിയ കവുങ്ങിൻ്റെ പട്ടയും വാഴയുടെ പട്ടയും ചപ്പുചവറുകളും ഇലകളും എല്ലാം കൂടെ ഇതിൻ്റെ ചുവട്ടിൽ കൂട്ടിവെക്കും. ആ കൂട്ടിവെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കള മുളയ്ക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. കേടുവരാതെ കിട്ടുകയാണെങ്കിൽ വാനില കൃഷി നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. മഡഗാസ്കറിലാണ് വാനില ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മഡഗാസ്കറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണ് വാനിലയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും വില കൂടുന്നതും. നമ്മുടെ നാട്ടിൽ ഒരു 10-20 വർഷം മുമ്പ് വ്യാപകമായി വാനില കൃഷി ചെയ്തിരുന്നു. പിന്നീട് അതെല്ലാം 3-4 വർഷത്തിന് ശേഷം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ രണ്ടാമതും ആളുകൾ വാനില കൃഷിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്.